നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് അമർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ സോൺ ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത് എഫ് അല്ല, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി, നമുക്ക് എഫ് ഏതിൽ വേണമെങ്കിലും, സ്വിംഗ് ട്രേഡിങ്ങിന് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാർട്ടാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ സ്ട്രാറ്റജി, ഒരേ ചാർട്ട്, ഒരേ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ ഒക്കെ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കിൽ 2.5 വർഷത്തെ ഡാറ്റാസ് അവൈലബിൾ ആണ്, അത് നോക്കുക. ശേഷം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾക്കൊരു 110% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും നമുക്ക് ലൈവ് ഉണ്ട്. അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ടൈം കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡൊക്കെ കുറക്കാൻ താല്പര്യമുള്ളവർക്ക്, ടെൻഷൻ അടിച്ച് ട്രേഡ് ചെയ്യുന്നവർ, അതേപോലെ മന്ത് എൻഡ് ലോസ് ആവുന്നവർക്കൊക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു ബാക്ക് സപ്പോർട്ട് വേണം എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കുറച്ച് ലൈവ് വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷം വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും കോളോ ടിപ്പോ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാനൊരു വ്യൂ അനലൈസറാണ്, ഒരു സപ്പോർട്ടീവ് മെമ്പറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർ, ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. കോൺഫിഡൻ്റ് ആണെങ്കിൽ കുറച്ച് ദിവസം എന്നെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ ലൈവിലേക്ക് പോവാം. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. സ്ക്രീനിൽ വീഡിയോ കാണുന്നവർക്ക് ചെറിയൊരു വ്യത്യാസം, മുമ്പത്തേക്കാളും ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഞാനൊന്നും കൂടെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ അക്യുറസി കൂട്ടാൻ വേണ്ടി സ്ക്രീനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് 83 പോയിൻ്റാണ് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ്, 167 പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ്. കാരണം 87 പോയിൻ്റ് ഇന്നത്തെ മാർക്കറ്റ് മാക്സിമം ഇന്ന് ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം ടച്ച് ചെയ്യാനുള്ളത് ഈ ഒരു ബോക്സിൻ്റെ അകത്താണ് ഇന്ന് മാർക്കറ്റ് മാക്സിമം പ്ലേ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത്. അപ്പോൾ 24,882 എന്നുള്ളത് അങ്ങ് കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് 25,000 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം 15 മിനിറ്റ്സിൽ RSI ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 24,848 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അങ്ങ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 24,883 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്നും ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടൊരു മൂവ് കിട്ടിയാൽ 25,000 വരെ മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടി 25,000 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് നമുക്ക് 50 മിനിറ്റ്സിൽ നിന്നുള്ളത് ഡെയിലി ടൈം ഫ്രെയിമിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ 1 ഡേ ക്യാൻഡിലിൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഹാഫ് പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം 25,166 വരെ മാർക്കറ്റിന് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസസ് നിലവിൽ കിടപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സിയിൽ ഇപ്പോൾ നിലവിൽ 80 പോയിൻ്റാണ് മാർക്കറ്റിൽ മൂവ് അപ്പ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സിയിൽ സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് 163, 135, 110, 163 പ്രൈസ് വരുന്നത്. അതായത് 24,800 സി സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ പിയിൽ
25,000 സെലക്ട് ചെയ്യാം. 25,000ൻ്റെ പി സെലക്ട് ചെയ്യാം. അത് ഇന്നൊരു ത്രിബിൾ ചാർട്ട് കാണാനായിട്ടുള്ളൊരു വകുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻ ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഇന്ന് വർക്കൗട്ട് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും 24,800 CE, അതേപോലെ 25,000 PE. ഫ്യൂച്ചറിൽ നമ്മൾ വരച്ചിടുന്ന ലൈൻ ഏകദേശം 25,008 നമ്മളിന്നൊരു ടിപ്പായിട്ട് വരച്ചിട്ടിരിക്കണേ. അതിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് നമ്മൾ ഡെയിലി ക്യാൻഡിലിൽ ഒരു വരയും കൂടെ നമുക്ക് വരച്ചിടാനായിട്ടുണ്ട്. ആ ഒരു ലൈൻ ഏകദേശം 2 ലൈനാണ്. ഒന്ന് 25,239, പിന്നെയുള്ള ലൈൻ അത് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. 25,346 ഫ്യൂച്ചറിൽ കിടപ്പുണ്ട് കേട്ടോ, ഇൻഡെക്സിലല്ല, ഫ്യൂച്ചറിലാണ്. നമുക്കത് വെച്ചിട്ടാണ് രാവിലെ നമുക്ക് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാൻ ഇട്ടേക്കണേ. ഇപ്പോൾ നമ്മൾ മാറി മാറി ഫ്യൂച്ചറിൻ്റെ ചാർട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ അക്യുറസി ഇതിൽ നിന്ന് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ നോക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. സ്ക്രീനിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അതേപോലെ തന്നെ നമ്മുടെ സ്ട്രൈക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ, 3 ഏരിയാസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ആദ്യത്തെ ടിപ്പ് ഏകദേശം അത്ര കറക്റ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു 179, 24,800ൻ്റെ സിയിൽ 179, 186, പിന്നെയുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 192. അതേപോലെ പിയിൽ ഇപ്പോൾ 82 പോയിൻ്റ് ആണല്ലോ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് പിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 190 മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. പിയുടെ സപ്പോർട്ട് ഏരിയ 190 സപ്പോർട്ട് ഏരിയ. നിലവിൽ ഈ മൂവ്മെൻറ്റ് താഴത്തുനിന്ന് തിരിച്ചു കയറി 207, 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 220 ഒരു ട്രിഗർ പ്രൈസാണ്. പിന്നെ ഉള്ളത് 227 ഒരു ട്രിഗർ പ്രൈസാണ്. പിന്നെ ഉള്ളത് 235 ഒരു ട്രിഗർ പ്രൈസാണ്. പിന്നെ അവിടെ നിന്ന് മേളിലോട്ട് പി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 248. ഈ ലെവൽ നമുക്ക് തൽക്കാലം നോക്കിയാൽ മതി. പിന്നെയുള്ള ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 250-55 മേഖലയാണ്. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 264. അപ്പോൾ ഈ രീതിയിലാണ് സിയുടേത്. ഇപ്പോൾ 9.14 ഏകദേശം 9.14 സി 170, 179, 186, 192. സ്റ്റിൽ RSI 2 മിനിറ്റിൻ്റെ RSI സി സൈഡിലേക്കാണ് നിൽക്കുന്നത്. പി സൈഡിൽ RSI ക്രോസ് ഓവർ ആയി അത് റെഡിലേക്ക് കയറാതെ നമുക്ക് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നിലവിൽ സാധ്യമല്ല. അപ്പോൾ നമുക്ക് ഇത് 15 മിനിറ്റിൻ്റെയാണ് ഈ ഒരു ക്യാൻഡിൽ. അതായത് RSI 15 മിനിറ്റ്സിലേക്ക് ക്രോസ് ഓവർ ആവാനായിട്ട് ഫ്യൂച്ചറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു അനലൈസ്, അതായത് ഒരു ഫ്യൂച്ചറിൻ്റെ ചാർട്ടും 2 സ്ട്രൈക്കിൻ്റെ ചാർട്ടും ഇട്ടുകൊണ്ട് നമുക്ക് ഏത് രീതിയിലാണ് വർക്കാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഓക്കെ, 9.14 ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് 187. 180 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് സീനെ സംബന്ധിച്ച്. ആ 180 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാർക്കറ്റ് 175 ഭാഗത്തേക്ക് പോരും. അല്ലാത്ത പക്ഷം നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 192 ഉണ്ട്, 195 ഉണ്ട്. ഇപ്പോൾ പിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 164 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്.
അത് നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് വെച്ചാൽ 170 170 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പിയിനെ പറ്റി ആലോചിച്ചാൽ മതി. നൂറ്റി 67-70 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി 175 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 15 മിനിറ്റ്സിൽ ഒരു RSI ബോട്ടം ലെവലിലാണ് നിൽക്കുന്നത്. ആ ബോട്ടം ലെവൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് 25,020 നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ പൊക്കത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണം. 25,020 ഓപ്പൺ ചെയ്തേക്കണം. ആ ലോ ഇങ്ങ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈനിലായിരിക്കും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നത്. $180 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ CE ഡൗൺ 170 165 മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തിങ്ങ് പോരും. ആ താഴത്തെ ബ്ലൂ ലൈൻ 25,008 എന്ന് പറഞ്ഞ ആ ഒരു ടിപ്പിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വരുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ. അപ്പോൾ കുറച്ചും കൂടെ ഒരു അക്യുറസി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ഒന്ന് സ്ട്രഗിൾ എന്തായാലും നമുക്ക് വരും. പിയിൽ 168-70 ബ്രേക്ക് ചെയ്ത് 75 പോയാലും ഒരു 160 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പിയിലൊരു ഡൗൺ സൈഡ് നമുക്ക്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അതൊക്കെ പിയിലൊക്കെ റിസ്കി എൻട്രി തന്നെയാണ്. പിന്നെ ഒരു വിശ്വാസം പറഞ്ഞ പോലെ RSI ഇവിടെ ക്രോസ് ഓവറായി വരുന്നുണ്ട്. പിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് കുറച്ച് കിട്ടും. ഒരു 175 വരെ ഒരു ടിപ്പിംഗ് പ്രൈസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഫ്യൂച്ചറിൽ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ലോവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈനിലേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരണം. പിന്നെ സിയിൽ നമുക്കൊരു എൻട്രി നല്ല രീതിയിൽ പോസിബിളായിട്ടൊരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ മാർക്കറ്റ് 185 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. കാരണം ഇതൊരു കൺസോൾട്ടേഷൻ ബോക്സ് ആണ് 15 മിനിറ്റ്സിൻ്റെ. അതായത് 25,032 എന്നുള്ളത് ആ ഭാഗത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് തന്നെ. ആ ഭാഗത്ത് അത് കൺസോൾട്ടേഷൻ സോണാണ്. ഹയർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിലേക്ക് ക്രോസ് ഓവർ ആണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ സിയിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്തായാലും വരും കുറച്ച് കഴിയുമ്പോൾ. പക്ഷെ അതിനു മുമ്പ് ആ പിയിൽ ആ ഒരു 25,008 എന്നുള്ള ലെവല് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്യൂച്ചർ കൂടെ നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നതിൻ്റെ റീസൺ ഒരുമിച്ച് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചാടിക്കയറി എൻട്രി എടുത്തിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽസ് അവിടെ ഇട്ടിരിക്കുന്നത്. $25,008 മാർക്കറ്റ് ഏകദേശം ടച്ച് ചെയ്തു. ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ആ 25,008.55 ചെറിയ 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 25,007 ആയിട്ടുണ്ട്. നമ്മുടേത് 177 ആയിട്ടുണ്ട് ഏകദേശം.
അപ്പോൾ അത് ഇനി ഒരു ടിപ്പ് അടിക്കാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റിജക്ഷൻ ഏരിയ വേണത്. ഈ ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ 184ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. 84 ബ്രേക്ക് ചെയ്താൽ 190 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 207 ഭാഗത്തേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറും കൂടെ ആഡ് ചെയ്തുകൊണ്ട് സിയും പിയും ഒരുമിച്ചെടുത്തിട്ടാൽ ഇത്തിരി അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ സ്ക്രീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്ക്രീനിൽ ലൈൻസൊക്കെ ഇത്തിരി ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒരു അക്യുറസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ടാമത്തെ കേസ് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ താഴത്ത് വന്നിട്ടൊന്ന് ഇവിടെ ഒരു സപ്പോർട്ട്, അതായത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴത്തോട്ട് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ താഴത്ത് വന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്തു. നമ്മൾ ഏകദേശം പറഞ്ഞ 175 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് ചെറിയ രീതിയിൽ മൂവ് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ 2 ക്യാൻഡിൽ വെക്കുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് മാർക്കറ്റ് 163 നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ആ മൂവ്മെൻറ്റ് 179 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 185 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് മാത്രമാണ് ഹയർ ടൈം ഫ്രെയിമിൽ RSI ക്രോസ് ഓവറാണ് നമ്മൾ മെജോറിറ്റി നോക്കുന്നത്. സൈഡിലേക്ക് തന്നെയാണ്. ബട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ പോയിൻ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് ഏകദേശം ഒരു 175 വരെയൊക്കെ 75 അതിൻ്റെ ഒരു ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നോക്കിയാൽ തന്നെ അവിടെ നമുക്കൊരു 5 പോയിൻ്റ് ഈസി ആയിട്ട് എടുക്കാം. ദെൻ ഇവിടെ നിന്നുള്ള റിവേഴ്സ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഇവിടെയും ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. 165 നിന്ന് 176ലേക്കുള്ളൊരു മൂവ്മെൻറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് റിവേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഗ്യാപ്പ്. ഈ ഒരു ഫ്യൂച്ചറും കൂടെ വെച്ചതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഇനി ഇത് 180 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് ഇത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 172 മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത്. 174 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഡൗൺ ആവുള്ളൂ. അതർവൈസ് 180 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യുന്നത് 185ലേക്കായിരിക്കും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ പിയിൽ നമുക്ക് ഈ ഒരു റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് 175 നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു നിർത്തിയതിൻ്റെ കാര്യം. രണ്ടാമത്തെ കേസ്, ഇവിടെ ഒരു സിയിലൊരു വൈറ്റ് ഡോട്ട് ഉണ്ട്. 180 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നതാണോ എനിക്കൊരു സംശയമുണ്ട്. അതായത് പിയിൽ 160 ഒരു സപ്പോർട്ടിംഗ് സോൺ ഉണ്ട്. ആ 160 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് 180 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളൂ. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ സിയിൽ അപ്പർ സൈഡാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ലോവർ ടൈം ഫ്രെയിമിൽ ചെറിയൊരു കറക്ഷൻ വന്നതിന് ശേഷമായിരിക്കും വലിയ ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് പോകുന്നത്. അതായത് 15 മിനിറ്റ്സിൻ്റെ ഒരു വലിയ ക്യാൻഡിൽ, അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സിൻ്റെ 1-2 റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. പിന്നെയും 15 മിനിറ്റ്സിൻ്റെ ഹയർ ടൈം ഫ്രെയിമിൽ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിപ്പോൾ ഒരിക്കലും ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡിൽ കണ്ടിന്യൂഷനായിട്ട് റെഡ് ക്യാൻഡിലൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ 180 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 184ലേക്കായിരിക്കും നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ഇവിടെ 160 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോവുകയും വേണം. 180, 181, 182 കൂടെ ബ്രേക്ക് ചെയ്താൽ അങ്ങനെ എക്സ്പാൻഷൻ ചെയ്ത് അങ്ങ് പോകും. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. 2 മിനിറ്റിൻ്റെ ക്യാൻഡിലിനെ സംബന്ധിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്പീയിൽ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് പോരണം. 180 ഈ ഒരു വൈറ്റ് ഡോട്ടും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോരണം. നേരെ മറിച്ച് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ മാത്രമാണ്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്, നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ.
സിസ്റ്റം ഒന്ന് ഹാങ് ആയിട്ടുണ്ട്. ഓക്കെ, 183 184.66 മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ക്യാൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി കെയർ ചെയ്ത് നിൽക്കുന്നത് വളരെ എപ്പോഴും നല്ലതാണ്. ഏകദേശം ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. 168 അല്ലെങ്കിൽ 100 ഇടക്കുന്ന് കയറിയാലും 175 കയറിയാലും 5 10 പോയിന്റ് ഈസിയാണ്. $185 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ലൈൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്ത് മാറ്റട്ടെ. ആ ബ്ലൂ ലൈനിൽ കറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. 190 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബോട്ടം സൈഡിൽ ഒരു റിവേഴ്സ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 185 എന്നുള്ളത് അടുത്ത ടാർഗറ്റാണ്. ഇനി പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 190 മൂവ് ചെയ്യുള്ളൂ. കാരണം ഇതൊരു പക്ക സപ്പോർട്ടിങ് സോണാണ്. 156 158 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. കാരണം ഇവിടെ ഒരു കറക്റ്റ് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഇങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. 157 157 56 57 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്. കാരണം പിയിൽ RSI മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കറക്ഷൻ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 185 ഒരു റിജക്ഷൻ പോയിൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. പിയിൽ നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ 156 157 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിയിൽ എൻട്രി അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ പിയിലേക്ക് ചാടിക്കയറി എൻട്രി നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കൺഫേം ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് പിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 158 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നിൽക്കുന്നത് ഒരു ട്രെൻഡ് ഡയറക്ഷൻ ചേഞ്ചിലാണ് നിൽക്കുന്നത്. കാരണം ഈ സിയുടെ RSI തിരിച്ച് ക്രോസ് ഓവറായി വരണം. അങ്ങനെ വരുമ്പോഴാണ് 15 മിനിറ്റ്സിലും ഈ ക്യാൻഡിലും സിയിലും ഒരുമിച്ചൊരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ബോർഡർ ലെവലിലാണ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 147 അതായത് പിയുടെ അടുത്ത സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 147. അപ്പോൾ ആ 147 മുട്ടുമ്പോൾ സിയിൽ 190 മൂവ്മെൻറ്റ് ഏത് ബ്രേക്ക് ചെയ്താൽ കിട്ടും? 185 ബ്രേക്ക് ചെയ്താലാണ് 190 മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിലും പക്ക കൺസോൾട്ടേഷൻ സോണ് ഒരു വൈറ്റ് ഡോട്ട്, അതായത് ഫ്യൂച്ചറിൽ 15 മിനിറ്റ്സിൻ്റെ വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ഡോട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോലും ഇത്തിരി കോംപ്ലിക്കേഷൻ നിറഞ്ഞ കാര്യമാണ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ സസ്റ്റെയിൻ ചെയ്ത് RSI നേരെ അങ്ങ് പൊക്കോളും. അതായത് ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൽ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു 10 പോയിന്റ് ലോക്ക് ചെയ്തിട്ട് അങ്ങ് ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റിലൊക്കെ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ 185 നിൽക്കുന്നത്. ഒരൊറ്റ ബ്രേക്കൗട്ടിലായിരിക്കും 190 മാർക്കറ്റ് പോകുന്നത്. 190 ബ്രേക്ക് ചെയ്താൽ 194 199. നമ്മളിവിടെ ഒരു കാരണവശാലും 156 ബ്രേക്ക് ചെയ്താൽ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിയിൽ റെഡ് നല്ല ലെങ്തി ആയിട്ടാണ് വരുന്നത്, പക്ഷേ സിയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതൊരൊറ്റ മൂവ്മെൻ്റാണ് 190 കിട്ടുവാണെങ്കിലും കിട്ടത്തുള്ളൂ. ആൾക്കാർ അപ്പുറത്ത് കൺവേർട്ട് ചെയ്ത് ഇപ്പുറത്തോട്ട് വരണം. 147 ബ്രേക്ക് ചെയ്തു 188 നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സെക്കൻഡ് സപ്പോർട്ട് സോണാണിത്. സെക്കൻഡ് സപ്പോർട്ട് സോണാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 147 വരുമ്പോൾ ഇപ്പുറത്തത് ഓൾമോസ്റ്റ് ഒരു 190 ഭാഗത്തേക്ക് പോകാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഇതിൻ്റെ ലോ വന്നേക്കണം 146. അപ്പോൾ അതിപ്പോൾ എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും വലിയ വിഷയങ്ങളൊന്നും സംഭവിക്കാനായിട്ടില്ല. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്.
RSI പിയിലേക്ക് എന്തായാലും ഒരു കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ കിട്ടും. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ വളരെ കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ പിയിൽ കിട്ടും. വലിയ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമ്മൾ 147ലാണ് സെക്കൻഡ് സപ്പോർട്ട് സോണായിട്ട് പറഞ്ഞത്. ആ 147ലേക്ക് മുട്ടിയപ്പോൾ ഇവിടെ 190 മുട്ടിയിട്ടില്ല, ഒരു 188 വരെ പോയിട്ടുള്ളൂ. അപ്പം അത് ഇപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം വലിയ മൂവ്മെൻ്റ് ഒന്നും പിയിൽ പ്രതീക്ഷിക്കരുത്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ സിക്ക് ഭാഗത്തേക്കാണ് RSI ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുത്താലും ചെറിയ പോയിന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാനേ നമുക്ക് നിവർത്തിയുള്ളൂ. ചെറിയ ചെറിയ പോയിന്റുകൾ, മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും എന്തായാലും പിയിൽ കിട്ടത്തില്ല. കാരണം ഹയർ ടൈം ഫ്രെയിം സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ റിവേഴ്സ്, ആ 147 ഉള്ള ഒരു ചെറിയ റിവേഴ്സ് മാത്രമാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ അവിടെ. അതാണ് എടുത്തെടുത്ത് പറയുന്നത്. മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും പിയിൽ പ്രതീക്ഷിക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യണം. നമ്മളുടെ മെജോറിറ്റി ഇന്നത്തെ വ്യൂ കംപ്ലീറ്റ് സിയിലായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ 2-3 പോയിൻ്റൊക്കെ നമുക്കിവിടെ എൻട്രി എടുത്തുകൊണ്ട് തന്നെ നമുക്കിവിടെ 2-3 പോയിന്റ്, 3 പോയിന്റ്, 4 പോയിന്റ് വരും. പിയിൽ കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ എന്തായാലും വരും. അതിങ്ങനെ സ്റ്റെപ്പായിട്ടൊക്കെ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരത്തുള്ളൂ. സിയിൽ 190 ബ്രേക്ക് ചെയ്താൽ 194ലേക്കുള്ള ചെറിയൊരു മൂവ്മെൻറ്റ്, അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 200ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും പിന്നീട് വരുന്നത്. 25,050 ടച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് 15 മിനിറ്റ്സിൽ ഇട്ടിട്ടുണ്ട്. 196, 198, 199 ഏകദേശം. ഇരുന്നൂറ് വരെ അടുത്ത സ്റ്റെപ്പിൽ 203ലേക്ക് പോയിട്ടുണ്ട്. ഞാനതൊന്ന് 50 മിനിറ്റ്സ് ആക്കാം സിയുടെ ചാർട്ട്. $200 ഒരു റിജക്ഷൻ പോയിന്റിലാണ് നിൽക്കുന്നത്. നമ്മളത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റുകളൊക്കെ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടിയാൽ ഇനിയുള്ള 217ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇത്തിരി കൂടുതൽ കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. സിയിൽ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇരുപത്തി 4,934 നിൽക്കുന്നത്. നമ്മൾ 25,000 ഇൻഡെക്സിൽ പറഞ്ഞത്. $210 വരെ സിയിൽ നിൽപ്പുണ്ട്. $208, $209, $210 ഏകദേശം 209.40, 210, 211, $217.19 വരെ. 217 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. 217 ബ്രേക്ക് ചെയ്താൽ പിന്നെ 230, 232 കൺസോൾട്ടേഷൻ സോൺ. അപ്പോൾ ഈ ഒരു ലിങ്ക് വെച്ചിട്ട് 232 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 232 ഇവിടെ നിന്നൊരു മൂവ് അപ്പ് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ താഴത്തുനിന്ന് നമ്മൾ എവിടം തൊട്ടാണ് ഇത് കയറി തുടങ്ങിയെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയായിരുന്നു നമ്മുടെ എൻട്രി പോയിന്റ് പറഞ്ഞത് രാവിലത്തെ? ഞാൻ ഓർക്കുന്നില്ലല്ലോ.
185, 185 മറ്റോ ആണ്. 232 അടുത്ത കൺസോൾട്ടേഷൻ സോൺ. നമുക്ക് അതായത് ഈ ഒരു യെല്ലോ ലൈൻ്റെ ടോപ്പിലാണ് ഫ്യൂച്ചർ വന്ന് ഇടിച്ച് നിൽക്കുന്നത്. ശരിക്കും കണക്കും പ്രകാരം 225 ബ്രേക്ക് ചെയ്താൽ 240 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു സപ്പോർട്ട് സോണാണ്. അത് ചെറിയൊരു പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ കൃത്യമായിട്ട് ആ ഒരു 15 മിനിറ്റ്സിൻ്റെ ചാർട്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ, നമ്മൾ ഫ്യൂച്ചറും കൂടെ ആഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പിന്നെ അത് ഇനിയും അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ഞാൻ ഈ ലൈവ് കഴിയുമ്പോഴത്തേക്കും സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്ന കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു അക്യുറസി കിട്ടും. കാരണം സ്പേസ് നമുക്ക് ലെറ്റർ ചെറുതാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ നോർമൽ സൈസിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സ്പേസ് നമുക്കറിയാൻ പറ്റില്ല. അതായത് കുറേ പുറത്ത് ക്യാൻഡിൽ കിടക്കുന്നതിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ റീസൺ. ഇപ്പോൾ 9:37 9:45 കഴിയുമ്പോൾ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. 232 ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ 85 ഉള്ള മൂവ്മെൻറ്റ്, അതായത് 85, 95, 205, അതേപോലെ തന്നെ 21 പോയിന്റിൽ നമ്മൾ സ്ഥിരം പറയാനുള്ള ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുക. ഈവൻ 215 നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് മാക്സിമം അങ്ങ് ഹോൾഡ് ചെയ്തേക്കുക. എന്തോരം വരെ പോകണം അത്രയും പൊക്കോട്ടെ, അതൊന്നൊരു വിഷയമായിട്ട് കാണേണ്ട കാര്യങ്ങളില്ല. എന്തോരം മാർക്കറ്റ് പോകണം അത്രയും പൊക്കോട്ടെ. 15 മിനിറ്റ്സിലേക്ക് എന്തായാലും മാർക്കറ്റ് ഡൈവർജൻസ് ആവും. അതിൻ്റെ ഇടയ്ക്ക് പീല ചെറിയൊരു പോയിൻ്റാണ് നമ്മൾ ആദ്യം റീച്ച് ചെയ്തെടുത്തത്. അതിനുശേഷമാണ് നമ്മൾ ലോങ് ഹോൾഡിങ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തത്. അത് ഈ ഒരു നമ്മൾ ചാർട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൂടെ ഒന്ന് കാര്യങ്ങൾ. ഓക്കെ, 232 ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 233, നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് 33, നമ്മൾ പറഞ്ഞത് 230 കൺസോൾട്ടേഷൻ സോൺ പറഞ്ഞാൽ. ഇനി 240 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 255 മാർക്കറ്റ് മൂവ് ചെയ്യണേ. കാരണം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ സ്പേസാണ് കിടക്കണേ. എത്ര സ്പേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 310, 335 മാർക്കറ്റ് സ്പേസ് കിടക്കുന്നത്. 239 നിൽക്കുന്ന ഒരു സാധനം 310 അല്ലെങ്കിൽ 335 പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. 286 വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ മാക്സിമം 220 ട്രെയിൽ ചെയ്ത് വെക്കാം. 180 ബ്രേക്ക് ചെയ്ത സമയത്താണ് നമ്മൾ എൻട്രി പറഞ്ഞത്. 236 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു 220 ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 220 താഴെ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്നുള്ള രീതിയിൽ. ഇപ്പോൾ 33 മിനിറ്റായി. അപ്പോൾ വീഡിയോ ഞാൻ പോസ് ചെയ്യാം, അടുത്ത ടാർഗറ്റിൽ പറയാം. അല്ലെങ്കിൽ 220 താഴത്തേക്ക് മാർക്കറ്റ് ഫാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. 240 ആയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൽ ചെയ്ത് പോകണനുസരിച്ചിട്ട് 220 ഇപ്പോഴും ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു ഏരിയ. ഇനി മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഹൈവേയിലേക്കാണ് 15 മിനിറ്റ്സ് കയറിയേക്കണം. ഇവിടെ നിന്നൊക്കെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ലെവലിൽ പോകുന്നത് ദൈവം തമ്പുരാനും പോലും അറിയത്തില്ല. ഇനിയൊരു റിജക്ഷൻ വരാനുള്ള ഏരിയ എന്നെ സംബന്ധിച്ച് 286 മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കേണ്ടത് 230 വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കാം. 220 എന്നുള്ളത് 230. കാരണം ഇനി ഉണ്ടാകുന്ന ക്യാൻഡിൽസിന് വോളിയം വളരെ കൂടുതലായിരിക്കും. അത് ഈവൻ മൈനസ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 5 മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും RSI ഓൾറെഡി ക്രോസ് ഓവർ മേളിൽ എവിടെ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവർ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിൽ ഇടിച്ചേ മാർക്കറ്റ് നിൽക്കത്തുള്ളൂ. 257 ആയിട്ടുണ്ട്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്കോ അല്ലെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹാഫ് പോർഷനിലേക്കോ നമുക്ക് കയറ്റി വെക്കാം. കാരണം ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക്, ഇപ്പോൾ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഡൗണൊക്കെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം. ₹100 സ്ട്രൈക്ക് ഒരു 120 പോണേൻ്റെ അതേ ലാഘവേ ഉള്ളൂ. 260 സാധനം 286 പോകാൻ കേട്ടോ. ഹൈ ഡെൽറ്റ വാല്യൂ ആണ് നിൽക്കുന്നത് മാർക്കറ്റ്. 263 264. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് കയറ്റി വെച്ചാലും ഒരു വിഷയമില്ല.
248 250 കയറ്റി വെച്ചാലും കിട്ടിയെന്ന് പറയാം. കാരണം അതിൻ്റെ ലോവർ വീക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലോവിലേക്ക് ഒരു ഡൗൺ വരും. പറഞ്ഞു തീർന്നില്ല, ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ അടുത്തൊക്കെ വരെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും ടോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങും, എന്നിട്ട് പിന്നെ കയറാം. അങ്ങനെ പല പരിപാടികളുണ്ട്. ഹോൾഡ് ചെയ്യേണ്ടവർക്ക് ഹോൾഡ് ചെയ്യാം. നഷ്ടബോധം ഒരിക്കലും ഉണ്ടാവരുത്. 255 എന്നുള്ള റെഡ് ലൈനിലാണ് മാർക്കറ്റ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. 255 ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റ് ഇവിടം വരെ വന്നു എന്നുള്ളതൊക്കെ ഇവിടെ വളരെ കളക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ ഡിവിഷൻ അവിടെ ഒരു വയലറ്റ് ലൈൻ ഇട്ട് വെച്ചേക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ഇടിക്കണമെങ്കിൽ അവിടെ ഒന്ന് ഇടിക്കട്ടെ. 248 നടക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് 2 മിനിറ്റിലേക്കും കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. കാരണം ഒരു സ്ട്രഗിൾ ഈ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പം നിലവിലുള്ള ക്യാൻഡലിൻ്റെ. എന്തായാലും ഒരു കറക്ഷൻ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. അതിന് ശേഷമൊക്കെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ശരിക്കും 10 മണിക്കാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി 9:45 ശേഷമാണ് അടുത്തൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ നിലവിൽ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 286 വരെ പോകുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ പിയിലേക്കുള്ളൊരു എൻട്രി മെജോറിറ്റി ആയിട്ട് നോക്കുന്നുള്ളൂ. അതായത് വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. 185 എന്നുള്ള എൻട്രി 286 വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 101 പോയിന്റ് കിട്ടും. ആ 101 പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കണേ, ഈ 286. പക്ഷെ അതിൻ്റെ ഇടക്ക് പിയിൽ ചെറിയ 2-3 പോയിന്റ് വെച്ചിട്ടൊക്കെ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും സിയിലേക്ക് മാത്രമാണ് ഇന്ന് മെജോറിറ്റി ഹയർ ടൈം ഫ്രെയിം നമ്മൾ ഫോക്കസ് ചെയ്ത്. അപ്പം എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഈ 286 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 9:45 ക്യാൻഡിൽ ക്ലോസായി. 10 മണിയോട് കൂടിയിട്ടെങ്കിലും 286 എത്തട്ടെ. എന്തായാലും 250 ഇപ്പോൾ ഒരു ലോ എന്തായാലും വരും. 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ 250 242 ഒരു ലോ എന്തായാലും വരും. അതിനുശേഷം ഡോജി ക്യാൻഡിലായിട്ടാണ് ഈ 10 മണിയുടെ ക്യാൻഡിൽ ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും 286.10 മിനിമം വന്നിരിക്കും. നമ്മൾ 248 ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ആ 248 250 വന്നിരിക്കുന്നത്. കാരണം 50 മിനിറ്റ്സിന് എന്തായാലും ഒരു ലോവർ വിക്ക് 50 മിനിറ്റ്സിൽ കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ മാർക്കറ്റിന്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിട്ട് ഉടനെ എല്ലാം ഗ്രീൻ ക്യാൻഡിലാണെന്നും പറഞ്ഞ് വാശി പിടിക്കുമ്പോഴാണ് നിലവിൽ പ്രശ്നങ്ങൾ വരുന്നത്. 242 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് പിന്നെ ഡൗണിലേക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് 286 ആണ്. അതായത് ഇനി 5 മിനിറ്റിലേക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. 5 മിനിറ്റിൽ ഒരു സൂചന തന്നിട്ടുണ്ട് ക്രോസ് ഓവറിൻ്റെ. പക്ഷെ അത് നമുക്കത്ര ഉറപ്പിച്ചൊന്നും പറയാനായിട്ടൊന്നും സാധിക്കില്ല. കാരണം അത് ക്രോസ് ഓവറായി ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമേ നമുക്കതൊരു ഡൗൺ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 245 താഴെ ഒരു 70% എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നമുക്കൊരു ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിയിലേക്ക് ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. പിന്നെ 30 മിനിറ്റിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. 30 മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്താലും എന്നെ സംബന്ധിച്ച് 286 എന്നുള്ളൊരു ലെവല് വരുവാണെങ്കിൽ അത് നമുക്ക് മാക്സിമം എടുക്കാം. അല്ലാത്ത പക്ഷം ഞാൻ പിയിലേക്ക് എന്തായാലും ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. കറങ്ങിത്തിരിഞ്ഞൊക്കെ വരും, അത് ഒറ്റയടിക്ക് വരണമെന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത്. കറങ്ങിത്തിരിഞ്ഞ് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ താഴത്തോട്ട് പോകുന്നത് വരെ ഇവിടെ ഒന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിന്നതിന് ശേഷമായിരിക്കും ഒരു ബിഗ് ബ്രേക്ക് ഡൗൺ മോളിലൊക്കെ ഉണ്ടായിട്ട് 286 പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ,
286 എടുക്കുക, 101 പോയിന്റ് കരസ്ഥമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ സപ്പോർട്ട് എടുക്കാൻ വന്ന 245ലേക്ക് സപ്പോർട്ട് എടുക്കാൻ വന്നിട്ടുണ്ട്. അവിടെ എൻട്രി എടുത്തിട്ട് രണ്ടാമത് റീ എൻട്രി എടുത്താലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 26 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 261 സ്ട്രൈക്കിൽ പ്രൈസിൽ നിൽക്കുന്ന സാധനം 86ലേക്ക് 26 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ദൂരമൊന്നുമല്ല. നമ്മൾ 100 രൂപയുടെ സ്ട്രൈക്ക് എടുത്തിട്ട് ഒരു 115ലേക്ക് 110ലേക്ക് പോകുന്ന മൂവ്മെൻറ്റ് പോലെ തന്നെ ഉള്ളൂ 260 നിൽക്കുന്ന പ്രൈസ് 286ലേക്ക് പോകാൻ. അപ്പോൾ ഇത് വളരെ ഒരു വിക്കടിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോഴും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതെ നിൽക്കുന്നതിൻ്റെ റീസൺ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു അലർട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ കയറ്റി വെക്കുക, നിങ്ങൾ ട്രെയിൽ ചെയ്ത് വെച്ചോ എന്നാണ് ഈ കാണിച്ചേക്കുന്നതിൻ്റെ സൂചന. അപ്പോൾ 245ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 244 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് വെക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 286 ആണ്. അത് എല്ലാവർക്കും ഒരേപോലെ അത് ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് പവറോ മെൻ്റൽ സ്ട്രെങ്തോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 285 നിന്നാണെങ്കിലും മേ ബി 285 വേണ്ട, 190 നിന്നാണെങ്കിലും 240 വരെ ഹോൾഡ് ചെയ്താലും ഓൾമോസ്റ്റ് 240 മൈനസ് 190 ഇതന്നെ കിട്ടാത്ത 240 മൈനസ് 190 50 പോയിന്റ്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്, അത് റിവേഴ്സിൻ്റെ സൂചനയാണ്. അപ്പോൾ അത് ഡൗൺ ചെയ്ത് പോകുന്ന സപ്പോർട്ട് എടുക്കാനായിട്ട് 201 വരെയൊക്കെ വരാം. അപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, സൂചനയാണെന്നേ ഉള്ളൂ. പക്ഷേ 245 താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഈ 240 190 നമ്മൾ 185 ആണ് പറഞ്ഞത്, 190 എൻട്രി എടുത്തിട്ട് 240 വിറ്റാലും ഓൾമോസ്റ്റ് 50 പോയിൻറ്റ്സ് ഡണ്ണാണ്. പിന്നെ ചെറിയ രീതിയിൽ പിയിൽ സ്കാൽപ്പ് ചെയ്തെടുത്ത വകയിലും കുറച്ച് പോയിന്റുകളൊക്കെ 5 പോയിന്റ് 2 പോയിൻ്റൊക്കെ ആയിട്ട് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഇനി 265 ഒന്ന് ബ്രേക്ക് ചെയ്താൽ 286ലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നത്. പിയിൽ RSI ക്രോസ് ഓവർ പിയിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്, റെഡിലേക്ക് കയറിയിട്ടുണ്ട്. 115 അല്ല 115 അല്ല, ഇനിയിപ്പോൾ പിയിൽ നമുക്ക് 26 പോയിന്റ് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. 110 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിയിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. 110 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിയിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. 110 ബ്രേക്ക് ചെയ്താൽ 115, 115 ബ്രേക്ക് ചെയ്താൽ 117, 117 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇവിടെ 110 ലൈൻ നമ്മൾ ഇട്ടപ്പോൾ കമ്പനി ഇട്ടിട്ടുണ്ട്. 110 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 117ലേക്ക്. അപ്പോൾ 117ലേക്കൊരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ 110 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. 117, 127, 136ഒക്കെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം പിയിലേക്ക് ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് അത്ര വലിയ സ്ട്രോങ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സിയിൽ ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 മിനിറ്റ്സിൻ്റെ ഈ ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ സ്ട്രെങ്തൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും പോണേ, നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്കായിരിക്കും, 286ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. എനിവേ ഇനിയൊരു ടാർഗറ്റ് എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 110 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 116ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും RSI സിയിൽ അല്ലെങ്കിൽ പിയിൽ RSI 2 മിനിറ്റിൽ വന്നെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് സ്ട്രെങ്തനും ചെയ്ത് മുകളിലോട്ട് പോകണമെന്നില്ല. അത് ഇങ്ങനെ സ്റ്റേബിളായിട്ട്, അതായത് കൺസോൾട്ടേഷൻ വന്നാലും RSI മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം 268ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവർ വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് ചെറിയൊരു ബ്രേക്ക് ഔട്ടായിട്ട് നമ്മളെ കബളിപ്പിക്കാനുള്ള ചാൻസിൽ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ പാനിക്കൊന്നും ആവണ്ട. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്നെ സംബന്ധിച്ച് പിയിലേക്ക് നമുക്ക് ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 209 102 109 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഡെൽറ്റ വാല്യൂം നല്ല രീതിയിൽ കുറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 98 നിൽക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് വാല്യൂ കുറച്ചും കൂടെ കൂടുതലുള്ളത് 216 കുറച്ചും കൂടെ ഉള്ളത്. അതവിടെ നിൽക്കട്ടെ. 25 100 ഷിഫ്റ്റ് ചെയ്യാം. പി 25 100 മാറ്റിയിട്ടുണ്ട്. 25 100 മാറ്റുമ്പോൾ എവിടെ ബ്രേക്ക് ചെയ്താലാണ് കിട്ടുന്നത്? 161 ബ്രേക്ക് ചെയ്താൽ 167 179 186 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അതുവരെ ഒരു കാരണവശാലും നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല. 3 മിനിറ്റ് കൂടെ ഉണ്ട് 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടൈം ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കണതാണ്. കഴിഞ്ഞ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലെ നമ്മൾ പറഞ്ഞാണ് 10 മണി വരെ 9:45 തൊട്ട് 10 മണി വരെയുള്ള ക്യാൻഡിൽ ഡോജി ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന്. അപ്പോൾ അത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് നിൽക്കുകയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്കും, ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 15 മിനിറ്റ്സിൽ താഴത്തേക്കും ആയിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരുന്നത്. അത് നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള എവിടെയാ 286 മുട്ടുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. ഇവിടെ 280 ഓൾമോസ്റ്റ് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 161 ബ്രേക്ക് ചെയ്ത് 57 തൊട്ട് 61 വരെ. ഇപ്പോൾ ഒരു 157 ഒരു എൻട്രി കിട്ടിയാലും 161 പോയി കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് പിയിൽ ഇടാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ 161 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 182 ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മിച്ചമുള്ള പോയിന്റ് ഇവിടെ നിന്ന് കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നമുക്ക് പിയിലാണെങ്കിലും ഒരു 26 പോയിന്റ് കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം RSI പിയിലേക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ RSI പിയിലേക്ക് ഡൈവർജൻസ് ആയി നിൽക്കുകയാണ്. ആ ഒരു കറക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ 161 മേജറായിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ. ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. 2 മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത ടൈം ഫ്രെയിം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമുക്ക് ട്രേഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം ഓൾമോസ്റ്റ് 48 മിനിറ്റായി. 1 മണിക്കൂർ കൊണ്ട് തീർക്കാം. ഇപ്പം ഇവിടെ ഏകദേശം ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെ അതാണ് നമ്മൾ സേഫായിട്ടുള്ളൊരു പൊസിഷൻ. എന്നെ സംബന്ധിച്ച് സേഫായിട്ടുള്ളൊരു പൊസിഷനാണ്. ഇനി 263 ബ്രേക്ക് ചെയ്താൽ നമ്മൾ മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യും. അപ്പോൾ 190 185 നമ്മൾ പറഞ്ഞെങ്കിലും 195 മുതൽ 275 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ വളരെ കുറച്ച് സ്പേസാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൂ. 287 വരെയൊന്നും ആരും കണക്ക് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 190 നിന്ന് ഈ പറഞ്ഞ പോലെ 260 വരെയും കൂട്ടിയാലും മതി. എത്ര പോയിന്റ് കിട്ടിയെന്ന് നോക്കാം. കൂടുതൽ അതിൻ്റെ ഇടക്കുന്നൊന്നും അക്യുറസി എൻട്രി ഒന്നും നോക്കണ്ട. 260 വരെ 70 പോയിൻ്റാണ് ഈസി ആയിട്ട് സേവ് ചെയ്ത് ട്രെയിൽ ചെയ്ത് ബ്ലോക്ക് ചെയ്ത്. നമ്മൾ പറഞ്ഞ പോലെ സിയിൽ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റേബിളായിട്ട് പോകുമ്പോൾ ആ സമയം കൊണ്ട് RSI താഴത്തോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നല്ലൊരു ബ്രേക്കൗട്ട് ഇപ്പോൾ സിയിൽ മുകളിലോട്ട് വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലവിലുണ്ട്. കാരണം ഇവിടെ ഇത്രയും മാർക്കറ്റ് മുകളിലോട്ട് വന്നു, RSI അതനുസരിച്ചിട്ട് മുകളിലോട്ട് പോയി, RSI ഇത്രയും താഴത്തോട്ട് വന്നു, സ്റ്റേബിളായിട്ടാണ് 2 മിനിറ്റിൻ്റെ RSI മുകളിലോട്ട് പോയിരിക്കണം. അപ്പോൾ 144 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് സിയെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഒരു മൂവപ്പ് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ 161 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. അത്രയും നേരം കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ
ഒരു ഫാൾസ് ബ്രേക്കൗട്ട് ചിലപ്പോൾ പിയിൽ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ഫാൾസ് ബ്രേക്കൗട്ട് കിട്ടിയാലും വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 162 വരെ മാത്രമേ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ സിയിൽ ഇത്ര നേരം സ്റ്റേബിളായി, അതായത് RSI 15 മിനിറ്റ്സിൽ അപ്പർ സൈഡാണ്, ഹയർ ടൈം ഫ്രെയിമിൽ മുട്ടാനായിട്ടുള്ള ഏരിയയൊക്കെ കിടപ്പുണ്ട്, ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അനദർ ബ്രേക്കൗട്ട് വേണം. അനദർ ബ്രേക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കൺസോൾട്ടേഷൻ വരുന്നൊരു സ്ഥലത്ത് മാത്രമാണ് ബ്രേക്കൗട്ടിന് സ്ട്രെങ്ത് കൂടുതലത്തുള്ളൂ. അപ്പോൾ 2 ക്യാൻഡിൽ ഡോജി പോലെ ഫോം ആയതിൻ്റെ റീസൺ, ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പിയിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇനി കിട്ടിയാലും ഒരു 158 മുതൽ 162 വരെയുള്ള ഒരു 4 പോയിൻ്റൊക്കെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ ഫോക്കസ് സിയിൽ 286 എന്നുള്ളൊരു ലെവലാണ് എൻ്റെ മനസ്സിൽ രാവിലെ തൊട്ട് കിടക്കുന്നത്. അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും വീഡിയോ ഓൺ ചെയ്യത്തുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എല്ലാവരും സിയിലേക്ക് ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, മെജോറിറ്റി ട്രേഡേഴ്സും. സിയിൽ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 10-15 പോയിൻ്റ് താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് വരും സിയിൽ. അങ്ങനെ സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ പിയിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 156-62ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വരും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. മാർക്കറ്റ് മേ ബി സിയിലേക്ക് ഡൈവർജൻസ് ആവാനുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ സിയിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും ആ സ്റ്റോപ്പ് ലോസ് ഇപ്പുറത്ത് ഈസി ആയിട്ട് തിരിച്ചു പിടിക്കാം. കാരണം സിയിലേക്ക് ബ്രേക്കൗട്ടാണ് കോമൺ ആൾക്കാരും ഇപ്പോൾ വരച്ചു വെച്ചിരിക്കുന്നത്. സിയിലേക്ക് ബ്രേക്കൗട്ട് ആവാൻ തന്നെയാണ് മെജോറിറ്റി ആളുകൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മൾ പ്രതീക്ഷിക്കണം. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ പ്രതീക്ഷിച്ചിട്ട് വേണം സിയിലൊരു എൻട്രി എടുക്കാനായിട്ട്. $281 നമ്മൾ ട്രിഗർ ഇട്ട് വെച്ചിരിക്കുന്നത് 286ആണ്. 285 ഓക്കെ, 286 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 101 പോയിൻ്റാണ് മാർക്കറ്റിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ റൈഡ് ചെയ്തെടുത്ത്. 290ലേക്ക് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. 289, 290, 295ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ 285 ലോക്ക് ചെയ്ത് വെച്ചാലും യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മളെ സംബന്ധിച്ചില്ല. പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ വയലറ്റ് ടോപ്പിലേക്ക് ഇടിച്ചിട്ടുണ്ട്. ട്രെൻഡ് കണ്ടിന്യൂഷൻ. നമ്മൾ 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ അടുത്ത 2 ക്യാൻഡിലെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡോജി ക്യാൻഡിലാണ്, നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണ്. അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൺസോൾട്ടേഷൻ വന്നിരിക്കുന്നത്. ഇത് ഈ കൺസോൾട്ടേഷൻ ഇവിടെ വരുമെന്നും RSI താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമെന്നും ഇത് ഡോജി ക്യാൻഡിലായിരിക്കുമെന്നും നെക്സ്റ്റ് ക്യാൻഡിൽ പീക്ക് ലെവലിലെ ക്യാൻഡിലായിരിക്കുമെന്നും 10:15 ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്നൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറയുന്നതാണ് സാഹചര്യങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. കറക്റ്റ് 1 മണിക്കൂറിൽ നമ്മൾ നിർത്താമെന്ന് വിചാരിച്ചു. 10:15 ടാർഗറ്റും ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 295 മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് ഇനി വ്യൂവും വേണ്ട, പോയിൻറ്റും വേണ്ട. ഓൾമോസ്റ്റ് 190 നിന്ന് എടുത്ത എൻട്രി ആണെങ്കിലും 290 വരെ ഈസി ആയിട്ട് 101 പോയിൻ്റ് നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ എടുക്കാനോ വിൽക്കാനോ പറയില്ല, ഇങ്ങനെയാണ് വ്യൂ അറേഞ്ച് ചെയ്ത് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം ഈ റെഡൊക്കെ വരുമ്പോൾ പലരും പാനിക്കായിട്ട് പോകും. പക്ഷേ നമ്മളൊരു കാരണവശാലും പാനിക്കാവില്ല. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായിരിക്കണം. അതാണ് നല്ലൊരു ട്രേഡർ ചെയ്യേണ്ടത്. എനിവേ, ഓൾ ദി ബെസ്റ്റ്.